കശ്മീർ താഴ്വരയിലുണ്ടായ ഭീകരാക്രമണം രാജ്യത്തെ നടുക്കിയിരിക്കുന്നു. രാജ്യത്തെ മാത്രമല്ല, ലോകമാകെ പ്രതിഫലനമുണ്ടാക്കിയ ചോരക്കളിയാണ് കശ്മീർ കണ്ടത്. നിരപരാധികളായ വിനോദസഞ്ചാരികളെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെന്നാണ് മുഖ്യധാര ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിവരം ഉൾപ്പെടെ കശ്മീരിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലുപരി പ്രചരിപ്പിക്കപ്പെടുന്നതെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകളുമാണ്. ഇത് രണ്ടിനുമിടയിൽ മറ്റെന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ അരങ്ങേറിയിട്ടുണ്ടോ എന്നതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. കശ്മീരിന്റെ ചരിത്രത്തിൽ വിനോദസഞ്ചാരികൾക്കെതിരെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും തിരക്കേറിയ ടൂറിസം സീസൺ സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തതും അതിക്രൂരമായ ആക്രമണ രീതിയും വലിയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭീകരവാദികളെ അമർച്ച ചെയ്യാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണം. രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ അതിവേഗം കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും വേണം. തീവ്രവാദ പ്രവർത്തനങ്ങളെ ശക്തമായി നേരിടാനാകണം. എല്ലാ പ്രതിലോമ ശക്തികളെയും അതിശക്തമായി ചെറുക്കണം. അതേസമയം മക്ക മസ്ജിദ്, മലേഗാവ്, സംജോത, അനന്തനാഗ് തുടങ്ങിയ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ അന്വേഷണമാണ് ആവശ്യം. യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. അതിലുമുപരി താഴ്വരയുടെ ശാന്തി പുനഃസ്ഥാപിക്കാനാവണം. കശ്മീർ ജനതയുടെയും വിനോദസഞ്ചാരികളുടെയും ജീവൻ രക്ഷിക്കണം. ഇതൊക്കെ പറയുമ്പോഴാണ് ഭീകരത തടയാൻ കഴിയാത്ത കേന്ദ്ര ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുന്നത്. ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കി സംസ്ഥാന പദവി ഇല്ലാതാക്കുകയും 3ആയി വെട്ടിമുറിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയും ചെയ്തതിന് ന്യായീകരണമായി കേന്ദ്രം ആവർത്തിച്ചു പറഞ്ഞത് താഴ്വരയിൽ ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുമെന്നാണ്. എന്നാൽ മോദിയുടെയും അമിത്ഷായുടെയും അവകാശവാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. 2019 പുൽവാമ തീവ്രവാദ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം. 40 സൈനികരെയാണ് അന്ന് കൊന്നൊടുക്കിയത്. ആ കേസിൽ ഒറ്റ പ്രതിയെ പോലും ജീവനോടെ പിടികൂടിയില്ല. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ പിടികൂടാനായില്ല. ഗൂഢാലോചനക്കാർ ആരെന്ന് പോലും കണ്ടെത്താനായില്ല. ഇത്രയും ദുർബലമാണ് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം എന്ന് കരുതേണ്ടി വരുമോ? അതോ ഇത്തരം കൂട്ടക്കുരുതികൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ജമ്മു കശ്മീരിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഭീകരാക്രമണം എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 2019 പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ഇത്രയധികം പേർ കൊല്ലപ്പെടുന്ന ഭീകരാക്രമണം കശ്മീരിൽ ഇത് ആദ്യമാണ്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ റിയാസിയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. കശ്മീരിനെ കേന്ദ്രഭരണത്തിന് കീഴിലാക്കി 5 വർഷം പിന്നിട്ടപ്പോഴും ഭീകരാക്രമണം തുടരുകയാണെന്ന് ചുരുക്കം. ജമ്മുവിലും സമീപകാലത്ത് ഒട്ടനവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. കേന്ദ്രസേനയെയും സൈന്യത്തെയുമാണ് ഭീകരർ നേരത്തെ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള കാലയളവിൽ സാധാരണക്കാരും വിനോദസഞ്ചാരികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് കൂടുതലായി ആക്രമിക്കപ്പെട്ടത് എന്നും കാണണം. ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികളെ കുറിച്ച് പാർലമെന്റിൽ സമീപകാലത്തുണ്ടായ ചർച്ചകളിലെല്ലാം ഭീകരാക്രമണങ്ങൾ ഇല്ലാതായെന്ന അവകാശവാദമാണ് അമിത്ഷാ നടത്തിയിരുന്നത്. ജമ്മു കശ്മീരിന്റെ മുഖച്ഛായ മാറുകയാണെന്നും വലിയ വികസന കുതിപ്പിലേക്ക് നീങ്ങുകയാണെന്നും അവകാശപ്പെട്ടു അന്ന്. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനോ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനോ മോദി സർക്കാർ തയ്യാറായിരുന്നില്ല. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് താല്പര്യമില്ലാതെ നടത്തിയത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന്റെ പല അധികാരങ്ങളും എടുത്തുമാറ്റിയ ശേഷമാണ് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൂട്ടായ്മയുടെ സർക്കാർ ജമ്മു കശ്മീരിൽ അധികാരത്തിൽ വന്നെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്ര സർക്കാർ തന്നെയാണ്. കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാനും കേന്ദ്രം തയ്യാറായിട്ടില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും അട്ടിമറിച്ച് അധികാരം കൈപ്പിടിയിലാക്കിയ ഒരു സംവിധാനത്തിന്റെ പരാജയം കൂടിയാണിത്. ഭീകരവാദികൾ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അവർ മതവിരോധികളാണ്. ഒരു പ്രത്യേക മതത്തിന്റെയോ സംരക്ഷകരെന്നോ മറ്റൊരു മതത്തിന്റെ ശത്രുക്കളെന്നോ ഇവരെ വിലയിരുത്തരുത്. ഇവരെല്ലാ മതത്തിന്റെയും ശത്രുക്കളാണ്. ഇവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അങ്ങനെ വിലയിരുത്തുന്നതിന് പകരം ഈ സംഭവത്തെയും വർഗീയ ധ്രുവീകരണത്തിനും സംഘർഷത്തിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനുള്ള ആയുധമാക്കാനുള്ള നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭീകരവാദികളെ തുരത്താനും രാജ്യത്ത് സമാധാന അന്തരീക്ഷം പുലർത്താനും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നെഞ്ചളവും ബഡായിയും പോരാ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടതെന്ന് ഈ സംഭവം നൽകുന്ന മുന്നറിയിപ്പാണ്.